സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. പാനിലേക്ക് 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 വലിപ്പമുള്ള ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മീഡിയം വലിപ്പമുള്ളത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളി നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വതക്കി കൊടുക്കണം. ഒരുവിധം നല്ല ബ്രൗൺ കളർ ആകണം, എന്നാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഉള്ളി വേഗം വഴഞ്ഞ് കിട്ടുന്നതിനായി 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ല ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്, അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, കൂട്ടണ്ട. കൂടുതൽ ഫ്ലെയിം വെച്ചാൽ അത് കരിയും. 2 മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയ ശേഷം അത് വേവുന്നതിനായി 1-2 മിനിറ്റ് അടച്ചു വയ്ക്കാം. തക്കാളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ 1 സ്പൂൺ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഉപ്പ് പാകത്തിന് എത്രയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലേൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം നമ്മുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു ഗ്രേവിക്ക് എത്ര പരുവം വേണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടാൽ നമുക്ക് അറിയാലോ എത്ര വേണം ഗ്രേവി എന്നുള്ളത്. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, അപ്പോൾ അതിൻ്റെ തിക്നെസ് പോവും. ഇത് നേരത്തെ ഒഴുക്കി വെച്ചതാണ്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കാം. എല്ലാ മുട്ടയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. അതിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇനി നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മുട്ടക്കറി എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി